العالمين والصلاة والسلام على أشرف المرسلين സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് വിവാഹം കഴിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരനുമായ ജനാബ് ഷാജിയുടെയും ഇന്ന് വിവാഹിതയായ പ്രിയപ്പെട്ട സഹോദരി റഷീദയുടെയും ദാമ്പത്യ ജീവിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വിശ്വാസിയായ പുരുഷനും വിശ്വാസിയായ സ്ത്രീയും വിവാഹം കഴിക്കുന്ന മംഗള മുഹൂർത്തം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും തൃപ്തികരമായ മുഹൂർത്തമാണ്. അള്ളാഹുവിൻ്റെ മാലാഖമാർ അനുഗ്രഹം ചെയ്യുന്ന മുഹൂർത്തമാണ്. അള്ളാഹുവിൻ്റെ അർശ് പോലും സന്തോഷം കൊണ്ട് കിടിലം കൊള്ളുന്ന മുഹൂർത്തമാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിശ്വാസിയായ പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുമ്പോൾ ആ പുരുഷന്റെ ജീവിതത്തിലെ ദീനിന്റെ 2 ഭാഗം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ കർമ്മം ഏതാണോ ആ മഹത്തായ കർമ്മത്തിനാണ് നാം ഇപ്പോൾ ഇവിടെ സാക്ഷികളായിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിന് തുനിയുന്നില്ല. സാഹചര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ട ഒരു കാര്യം നാം ഇവിടെയും കാണുകയുണ്ടായി. നിക്കാഹിൻ്റെ സന്ദർഭത്തിൽ എത്ര രൂപ സ്ത്രീധനം കൊടുക്കുന്നെന്നോ, എത്ര പവന്റെ സ്വർണം കൊടുക്കുന്നെന്നോ, എന്ത് പോക്കറ്റ് മണി കൊടുക്കുന്നെന്നോ അതൊക്കെ മാനദണ്ഡമായി കൊണ്ടല്ല നിക്കാഹ് നടക്കുന്നത്. 25 ഗ്രാം സ്വർണം മഹറായിട്ട് ആ സ്വർണ്ണാഭരണത്തിന് പകരമായിട്ടാണ് വിവാഹിതയാകുന്ന സഹോദരി റഷീദായെ ഈ പുതുമണവാളന് വിവാഹം കഴിച്ചു കൊടുത്തത് എന്ന് പറയുകയുണ്ടായി. ആ മഹറാണ് ഇസ്ലാമിലെ വിവാഹത്തിലെ മാനദണ്ഡം. ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ആ മഹറാണ്. ആ മഹർ മാനദണ്ഡമാക്കിക്കൊണ്ട് ആ മഹറിന് പകരമായിട്ടാണ് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത്. പുരുഷന് സ്ത്രീക്ക് പുരുഷൻ അങ്ങോട്ട് കൊടുക്കുന്ന സ്വത്ത് എന്താണോ ആ സ്വത്തിന്റെ കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ലോകത്തൊരു പ്രത്യയ ശാസ്ത്രത്തിലും കാണാൻ കഴിയാത്തവണ്ണം വിവാഹ ജീവിതത്തിന്റെ ആദ്യ രാത്രിയിൽ ഒരുപക്ഷേ ഈ മഹറിന്റെ പേരിൽ, സ്ത്രീയുടെ അവകാശത്തിന്റെ പേരിൽ ആ അവകാശം കൊടുക്കാത്ത ഭർത്താവിനെ മണിയറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പോലും അനുവാദം കൊടുക്കുന്ന പ്രപഞ്ചത്തിലെ ഏക പ്രത്യയ ശാസ്ത്രം വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന് പല മാനദണ്ഡങ്ങളും പറഞ്ഞു. ആ മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനമായി മഹാനായ പ്രവാചകൻ പറഞ്ഞത് ദീനുള്ള പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുക, ഇസ്ലാമിക ജീവിതം നയിക്കുന്ന പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുക. അങ്ങനെ തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ വിവാഹത്തിന്റെ തെരഞ്ഞെടുപ്പിന് പെൺകുട്ടിയെ തെരഞ്ഞെടുത്തത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് വിവാഹം കഴിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ സഹപാഠിയും സുഹൃത്തുമായ ജനാബ് ഷാജിയോടും വിവാഹിതയായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോടും പറയുവാനുള്ളത് ഒരു ചെറിയ സംഭവമാണ്. മഹാനായ നമ്മുടെ നായകൻ, ലോകത്തിന്റെ നായകൻ, ലോക സംസ്കാരത്തിന്റെ സംക്ഷിപ്ത സിദ്ധാന്തം ലോകത്തിന് നൽകിയ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട മകൾ, ലോകത്തെ വിശ്വാസികളായ സ്ത്രീകളുടെ എല്ലാം പ്രിയപ്പെട്ട നായിക, സ്വർഗത്തിലെ അവരുടെ പ്രിയപ്പെട്ട രാജ്ഞി ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമയെ നിക്കാഹ് ചെയ്തു കൊടുത്ത രാത്രിയിൽ പൊട്ടി കരയുന്ന കാഴ്ചയാണ് കണ്ടത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വളരെ വേദനാപൂർവ്വം ഫാത്തിമയെ സമീപിച്ചിട്ട് ചോദിച്ചു, പ്രിയപ്പെട്ട ഫാത്തിമ, നീ ലോകത്തിന്റെ മുത്തിന്റെ പൊന്നോമന പുത്രിയാണ്, നീ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട മകളാണ്. നിന്നെ നിക്കാഹ് ചെയ്യാൻ ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നന്മാരുണ്ടാകുമായിരുന്നു. നിന്നെ ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ നിർത്തിയിട്ട് മറ്റേ തട്ടിൽ എത്ര തൂക്കമാണോ നിനക്കുള്ളത് അത്രയും തൂക്കം സ്വർണം നിനക്ക് മഹറായി തരാം. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇബാദത്തിലേക്ക് കടക്കുകയുണ്ടായി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നവദമ്പതികളോട് പറയുന്നത്, ലോകത്തെ ഏറ്റവും സുന്ദരമായ ജീവിതം നയിച്ച വധൂവരന്മാരുടെ ഭാര്യാഭർത്താക്കന്മാരുടെ ചരിത്രം നോക്കുമ്പോൾ അലിയുടെയും ഫാത്തിമയുടെയും ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു അലിയാവുക എൻ്റെ പ്രിയപ്പെട്ട പുതുമണവാളനോട് ഞാൻ പറയുന്നു, മണവാട്ടിയെ ഞാൻ ആശംസിക്കുന്നു, ഒരു ഫാത്തിമയാവുക. നാളെ സ്വർഗത്തിൽ കടക്കുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതാവുക. ഒരുപക്ഷേ ഭൗതിക ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് താൽക്കാലിക സുഖത്തിന് വേണ്ടിയും താൽക്കാലിക പ്രശസ്തിക്ക് വേണ്ടിയും പലതും ചെയ്യേണ്ടി വന്നു പോകും. അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട വിവാഹിതനായ ഇന്നത്തെ പുതുമണവാളൻ, അനുഗ്രഹീതനായ പുതുമണവാളനും മണവാട്ടിയും തയ്യാറാകണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രതിസന്ധികളിലൂടെ
സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് വിവാഹം കഴിച്ച എൻ്റെ ഈ പ്രിയപ്പെട്ട പുതുമണവാളന്റെയും മണവാട്ടിയുടെയും ദാമ്പത്യ ജീവിതത്തിൽ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ, മൗലാന മുഹമ്മദ് അലിയെ പോലെ, ഉമർ മുഖ്താറിനെ പോലെ ധീരരും വീരരും വില്ലാളി വീരരും സമുദായ സംരക്ഷകരുമായ മക്കളെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ജീവിതം നയിച്ച്, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട സന്താനങ്ങൾ ഉണ്ടായി, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വണ്ണം ജീവിച്ച് നാളെ സ്വർഗത്തിൽ കടക്കുന്നതിന് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ കർമ്മത്തിന് സാക്ഷികളായ നാം എല്ലാവർക്കും അള്ളാഹു അവന്റെ അനുഗ്രഹീതമായ സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അക്രമത്തിനും അനീതിക്കുമെതിരെ ധീരമായി പോരാടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ ആശംസകളും ഈ പുതുമണവാളനും മണവാട്ടിക്കും വ്യക്തിപരമായി ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ എല്ലാ അനുഗ്രഹത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടും വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.